ഓം ശാന്തി. 25/11/25 പ്രഭാതമുരളി ബാബ് ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ആത്മാവിനെ സദോ പ്രധാനമാക്കുന്നതിൻ്റെ ചിന്ത വയ്ക്കൂ. ഒരു കുറവും അവശേഷിക്കരുത്. മായ തെറ്റ് ചെയ്യിക്കരുത്. ചോദ്യം: കുട്ടികളായ നിങ്ങളുടെ മുഖത്തു നിന്നും ഏതൊരു ശുഭവാക്ക് സദാ വരേണ്ടതാണ്? ഉത്തരം: സദാ മുഖത്തിലൂടെ ഈ ശുഭവാക്കുകൾ പറയൂ. നമ്മൾ നരനിൽ നിന്നും നാരായണനാകും, താഴ്ന്നതാകില്ല. നമ്മൾ തന്നെ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു, വീണ്ടുമാകും. എന്നാൽ ഈ ലക്ഷ്യം ഉയർന്നതാണ്. അതിനാൽ വളരെ വളരെ ജാഗ്രതയോടെ ഇരിക്കണം. തൻ്റെ കണക്ക് നോക്കണം. എയിം ഓബ്ജക്റ്റ് മുന്നിൽ വച്ച് പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കണം. ഹാർട്ട് ഫെയിൽ ആകരുത്. ഓം ശാന്തി. ബാബ ഇരുന്ന് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഇവിടെ ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കുമ്പോൾ സഹോദരി സഹോദരന്മാരോട് പറയണം, നിങ്ങൾ ആത്മാഭിമാനിയായി ഇരിക്കൂ, ബാബയെ ഓർമ്മിക്കൂ. ഈ സ്മൃതി വരുത്തേണ്ടതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്മൃതി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആത്മാവാണ്. നമ്മുടെ പിതാവ് നമ്മളെ പഠിപ്പിക്കുവാൻ വരുന്നു. നമ്മൾ തന്നെയാണ് കർമ്മേന്ദ്രിയങ്ങളിലൂടെ പഠിക്കുന്നത്. ബാബയും കർമ്മേന്ദ്രിയങ്ങളുടെ ആധാരമെടുത്ത് ഇദ്ദേഹത്തിലൂടെ ആദ്യം ഇത് പറയുന്നു, ബാബയെ ഓർമ്മിക്കൂ. കുട്ടികളെ മനസ്സിലാക്കിച്ചു കഴിഞ്ഞു. ഇതാണ് ജ്ഞാനമാർഗം. ഭക്തിമാർഗം എന്ന് പറയില്ല. ജ്ഞാനം കേവലം ഒരേ ഒരു ജ്ഞാനസാഗരനും പതീത പാവനനുമാണ് നൽകുന്നത്. നിങ്ങൾക്ക് ആദ്യ നമ്പറിലെ പാഠം ഇതാണ് ലഭിക്കുന്നത്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഇത് വളരെ ആവശ്യമാണ്. മറ്റൊരു സത്സംഗത്തിലും ആർക്കും തന്നെ പറയുവാൻ തോന്നില്ല. ഈ കാലത്ത് ആർട്ടിഫിഷ്യൽ പ്രസ്ഥാനങ്ങളും വളരെയധികം ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങളിൽ നിന്നും കേട്ട ശേഷം ആരെങ്കിലും പറയുകയാണെങ്കിൽ പോലും അർത്ഥം മനസ്സിലാക്കുവാൻ സാധിക്കില്ല. മനസ്സിലാക്കിച്ചു കൊടുക്കുവാനുള്ള ബുദ്ധി വരികയില്ല. ഇത് നിങ്ങളോടാണ് ബാബ പറയുന്നത്. പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. വിവേകവും പറയുന്നു, ഇത് പഴയ ലോകമാണ്. പുതിയ ലോകവും പഴയ ലോകവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അതാണ് പാവന ലോകം, ഇതാണ് പതീത ലോകം. ഹേ പതീത പാവനെ വരൂ, വന്ന് പാവനമാക്കൂ എന്ന് വിളിക്കുന്നുമുണ്ട്. ഗീതയിലും ഈ വാക്കുണ്ട്, എന്നെ മാത്രം ഓർമ്മിക്കൂ. ദേഹത്തിൻ്റെ സർവസംബന്ധവും ത്യജിച്ച് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ഈ ദേഹത്തിൻ്റെ സംബന്ധം മുൻപ് ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ആത്മാക്കൾ ഇവിടെ വരുന്നത് പാർട്ട് അഭിനയിക്കുവാനാണ്. ഒറ്റയ്ക്ക് വന്നു, ഒറ്റയ്ക്ക് പോകണം എന്ന മഹിമയുമുണ്ട്. ഇതിൻ്റെ അർത്ഥം മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കലായി അറിയുന്നു. നമ്മൾ ഇപ്പോൾ പാവനമായി കൊണ്ടിരിക്കുന്നു. ഓർമ്മയുടെ യാത്രയിലൂടെയും ഓർമ്മയുടെ ബലത്തിലൂടെയും. ഇതാണ് രാജയോഗ ബലം. അത് ഹഠയോഗമാണ്. അതിലൂടെ മനുഷ്യർ അല്പസമയത്തേക്ക് ആരോഗ്യമുള്ളവരാകുന്നു. സത്യയുഗത്തിൽ നിങ്ങൾ എത്ര ആരോഗ്യമുള്ളവരായിരിക്കുന്നു? ഹഠയോഗത്തിൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം ഇവിടെ ഈ മോശമായ ലോകത്തിലാണ് ചെയ്യുന്നത്. ഇത് പഴയ ലോകം തന്നെയാണ്. സത്യയുഗമാകുന്ന പുതിയ ലോകം പാസ്റ്റായി. അതിൽ ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യമുണ്ടായിരുന്നു. ഇത് ആർക്കും തന്നെ അറിയില്ല. അവിടെയുള്ള ഓരോ വസ്തുവും പുതിയതാണ്. ഉണരൂ സജിനിമാരെ ഉണരൂ എന്ന ഗീതവുമുണ്ടല്ലോ. നവയുഗമാണ് സത്യയുഗം, പഴയ യുഗമാണ് കലിയുഗം. ഇപ്പോൾ ഇതിനെ ആരും സത്യയുഗം എന്ന് പറയില്ല. ഇപ്പോൾ കലിയുഗമാണ്. നിങ്ങൾ സത്യയുഗത്തിനു വേണ്ടി പഠിക്കുന്നു. ഈ പഠനത്തിലൂടെ നിങ്ങൾക്ക്
പുതിയ ലോകത്തിൽ രാജ്യപദം ലഭിക്കും എന്ന് പറയുകയും ഇങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആരുമുണ്ടാകില്ല. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും പറയുവാൻ സാധിക്കില്ല. കുട്ടികളായ നിങ്ങൾക്ക് ഓരോ കാര്യത്തിൻ്റെയും സ്മൃതി വരുത്തുന്നു. അശ്രദ്ധ കാണിക്കരുത്. ബാബ എല്ലാവർക്കും മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. എവിടെയും ഇരുന്നു കൊള്ളൂ, തൊഴിലും മറ്റും ചെയ്തുകൊള്ളൂ. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ചെയ്യൂ. തൊഴിൽ കാര്യങ്ങളിൽ അല്പം പ്രയാസമുണ്ടാകുന്നുവെങ്കിൽ എത്ര സാധിക്കുമോ സമയം കണ്ടെത്തി ഓർമ്മയിലിരിക്കൂ. അപ്പോഴാണ് ആത്മാവ് പവിത്രമാവുക. മറ്റൊരു ഉപായവുമില്ല. നിങ്ങൾ പുതിയ ലോകത്തിലേക്ക് വേണ്ടി രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ അയണേഷ്ടായ ആത്മാവിന് പോകുവാൻ സാധിക്കില്ല. മായ ആത്മാവിൻ്റെ ചിറക് മുറിച്ചു. ആത്മാവാണല്ലോ പറക്കുന്നത്. ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കുന്നു. ആത്മാവാണ് ഏറ്റവും വേഗതയുള്ള റോക്കറ്റ്. കുട്ടികളായ നിങ്ങൾക്ക് ഈ പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിശയം തോന്നുന്നു. ആത്മാവ് എത്ര ചെറിയ റോക്കറ്റാണ്. അതിൽ 84 ജന്മങ്ങളുടെ പാർട്ട് അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ ഓർമ്മ വയ്ക്കുന്നതിലൂടെ ഉന്മേഷം വരും. സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ബുദ്ധിയിൽ വിദ്യ ഓർമ്മയുണ്ടായിരിക്കുന്നുവല്ലോ. നിങ്ങളുടെ ബുദ്ധിയിൽ ഇപ്പോൾ എന്താണുള്ളത്? ബുദ്ധി ശരീരത്തിലല്ല, ആത്മാവിൽ തന്നെയാണ് മനസ്സും ബുദ്ധിയും ഉള്ളത്. ആത്മാവ് തന്നെയാണ് പഠിക്കുന്നത്. തൊഴിലും മറ്റുമെല്ലാം ആത്മാവ് തന്നെയാണ് ചെയ്യുന്നത്. ശിവ് ബാബയും ആത്മാവാണ്. എന്നാൽ ആ ഒന്നിനെ പരമം എന്ന് പറയുന്നു. അത് ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ആ ഒന്ന് വളരെ ചെറിയ ബിന്ദുവാണ്. ഇത് ആർക്കും തന്നെ അറിയില്ല. ആ ബാബയിൽ ഏതൊരു സംസ്കാരമാണോ ഉള്ളത് അത് തന്നെ കുട്ടികളായ നിങ്ങളിൽ നിറയ്ക്കുന്നു. ഇപ്പോൾ നിങ്ങൾ യോഗബലത്തിലൂടെ പാവനമായിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി പുരുഷാർത്ഥം ചെയ്യേണ്ടി വരും. പഠനത്തിൽ ചിന്തയുണ്ടായിരിക്കും, നമ്മൾ എവിടെയെങ്കിലും ഫെയിലായി പോകരുത് എന്ന്. ഇതിൽ ആദ്യത്തെ നമ്പറിലെ സബ്ജക്റ്റ് തന്നെ ഇതാണ്. നമ്മൾ ആത്മാക്കൾ സദോ പ്രധാനമാകണം. ഒരു കുറവും അവശേഷിക്കരുത്. ഇല്ലെങ്കിൽ തോറ്റുപോകും. മായ നിങ്ങളെ ഓരോ കാര്യത്തിലും മറവി ഉണ്ടാക്കുന്നു. ആത്മാവ് ആഗ്രഹിക്കുന്നുമുണ്ട് ചാർട്ട് വയ്ക്കട്ടെ, മുഴുവൻ ദിവസത്തിലും ഒരു ആസുരീയ കാര്യവും ചെയ്യാതിരിക്കട്ടെ എന്ന്. പക്ഷേ മായ ചാർട്ട് വയ്ക്കാൻ അനുവദിക്കുന്നില്ല. നിങ്ങൾ മായയുടെ നഖങ്ങൾക്കുള്ളിൽ വന്നു പോകുന്നു. ചാർട്ട് വയ്ക്കണം എന്ന് മനസ്സ് പറയുന്നുമുണ്ട്. വ്യാപാരികൾ എപ്പോഴും നേട്ടത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കണക്ക് വയ്ക്കുന്നു. നിങ്ങളുടേതാണെങ്കിൽ ഇത് വളരെ വലിയ കണക്കാണ്. 21 ജന്മത്തേക്കുള്ള സമ്പാദ്യമാണ്. ഇതിൽ അശ്രദ്ധ കാണിക്കുവാൻ പാടില്ല. കുട്ടികൾ വളരെ അശ്രദ്ധ കാണിക്കുന്നു. ഈ ബാബയെ നിങ്ങൾ കുട്ടികൾ സൂക്ഷ്മവദനത്തിലും സ്വർഗത്തിലും കാണുന്നു. ബാബയും വളരെയധികം പുരുഷാർത്ഥം ചെയ്യുന്നു. അത്ഭുതപ്പെട്ടും ഇരിക്കുന്നു. ബാബയുടെ ഓർമ്മയിൽ സ്നാനം ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, എന്നിട്ടും മറന്നു പോകുന്നു. വീണ്ടും ഓർമ്മിക്കാൻ തുടങ്ങുന്നു. വലിയ സബ്ജക്റ്റാണിത്. ഈ കാര്യത്തിൽ ഒരു മതഭേദവും വരിക സാധ്യമല്ല. ദേഹസഹിതം ദേഹത്തിൻ്റെ സർവസംബന്ധവും ഉപേക്ഷിക്കൂ എന്ന് ഗീതയിലുമുണ്ട്. ബാക്കി അവശേഷിക്കുന്നത് ആത്മാവാണ്. ദേഹത്തെ മറന്ന് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ആത്മാവ് തന്നെയാണ് പതീതവും തമോ പ്രധാനവുമായിരിക്കുന്നത്. മനുഷ്യർ പിന്നെ പറയുന്നു ആത്മാവ് നിർലേപമാണ്. ആത്മാ സോ പരമാത്മാ സോ ആത്മാ എന്ന്. അതിനാൽ ആത്മാവിൽ ഒന്നും പതിയുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. തമോ ഗുണിയായ മനുഷ്യർ ശിക്ഷണവും തമോ ഗുണിയായതാണ് നൽകുന്നത്. സദോ ഗുണിയാക്കുവാൻ സാധിക്കില്ല. ഭക്തി മാർഗത്തിൽ തമോ പ്രധാനം ആകേണ്ടതുണ്ട്. ഓരോ വസ്തുവും ആദ്യം സദോ പ്രധാനമാണ്,
പിന്നെ രജോ തമോയിലേക്ക് വരുന്നു. കൺസ്ട്രക്ഷനും ഡിസ്ട്രക്ഷനും ഉണ്ടാകുന്നു. ബാബ പുതിയ ലോകത്തിന്റെ കൺസ്ട്രക്ഷൻ ചെയ്യിക്കുന്നു. പിന്നെ ഈ പഴയ ലോകത്തിന്റെ ഡിസ്ട്രക്ഷൻ ഉണ്ടാകുന്നു. ഭഗവാൻ പുതിയ ലോകം രചിക്കുന്നവനാണ്. ഈ പഴയ ലോകം മാറി പുതിയതാകും. പുതിയ ലോകത്തിന്റെ ചിഹ്നം ഈ ലക്ഷ്മി നാരായണന്മാരാണല്ലോ. ഇവർ പുതിയ ലോകത്തിന്റെ അധികാരിയാണ്. ത്രേതയെ പോലും പുതിയ ലോകം എന്ന് പറയുകയില്ല. കലിയുഗത്തെ പഴയതെന്നും സത്യയുഗത്തെ പുതിയതെന്നും പറയുന്നു. കലിയുഗ അന്ത്യത്തിന്റെയും സത്യയുഗ ആദിയുടെയും സംഗമയുഗമാണ് ഇത്. ആരെങ്കിലും MAയോ BAയോ പഠിക്കുന്നെങ്കിൽ ഉയർന്നവരാകുന്നുവല്ലോ. നിങ്ങൾ ഈ പഠനത്തിലൂടെ എത്ര ഉയർന്നവരാകുന്നു? ഇവരെ ഇത്ര ഉയർന്നവരാക്കി മാറ്റിയതാരാണ് എന്ന കാര്യം ലോകം അറിയുന്നില്ല. നിങ്ങൾ ഇപ്പോൾ ആദി മധ്യ അന്ത്യത്തെ അറിഞ്ഞു കഴിഞ്ഞു. എല്ലാവരുടെയും ജീവിത കഥയെ നിങ്ങൾ അറിയുന്നു. ഇതാണ് നോളജ്. ഭക്തിയിൽ നോളജ് ഇല്ല, കേവലം കർമ്മകാന്ഡം പഠിപ്പിക്കുന്നു. ഭക്തി അളവറ്റതാണ്. എത്ര വർണ്ണിക്കുന്നു. വളരെ സുന്ദരമായി കാണപ്പെടുന്നു. വിത്തിൽ എന്ത് സൗന്ദര്യമാണുള്ളത്? ഇത്രയും ചെറിയ ബീജം എത്ര വലുതാകുന്നു. ഇത് ഭക്തിയുടെ വൃക്ഷമാണ്. അളവറ്റ കർമ്മകാണ്ഡങ്ങളുണ്ട്. ജ്ഞാനത്തിന്റെ സാരാംശം ഒന്ന് തന്നെയാണ്, മന്മനാഭവ. ബാബ പറയുന്നു, തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാകുന്നതിനായി എന്നെ ഓർമ്മിക്കൂ. നിങ്ങൾ പറയുന്നുമുണ്ട്, ഹേ പതീത പാവന, വന്ന് നമ്മെ പാവനമാക്കി മാറ്റൂ. രാവണ രാജ്യത്തിൽ എല്ലാവരും പതീതരും ദുഃഖിതരുമാണ്. രാമരാജ്യത്തിൽ എല്ലാവരും പാവനവും സുഖമുള്ളവരുമാണ്. രാമരാജ്യവും രാവണരാജ്യവും എന്ന പേരുണ്ടല്ലോ. രാമരാജ്യത്തെക്കുറിച്ച് കുട്ടികളായ നിങ്ങൾക്കല്ലാതെ ആർക്കും അറിയില്ല. നിങ്ങൾ ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. 84 ജന്മങ്ങളുടെ രഹസ്യവും നിങ്ങളല്ലാതെ മറ്റാരും അറിയുന്നില്ല. ഭഗവാൻ ഉവാച മന്മനാഭവ എന്ന് പറയുന്നുമുണ്ട്. എന്നിരുന്നാലും ഇങ്ങനെ ആരും മനസ്സിലാക്കിച്ചു തരില്ല. നിങ്ങൾ മുഴുവൻ 84 ജന്മങ്ങളും എങ്ങനെയാണ് എടുത്തത്? ഇപ്പോൾ ചക്രം പൂർത്തിയാകുന്നു. ഗീത കേൾപ്പിക്കുന്നവരുടെ അടുക്കൽ പോയി കേൾക്കൂ, എന്താണ് ഗീതയെക്കുറിച്ച് പറയുന്നതെന്ന്. നിങ്ങളുടെ ബുദ്ധിയിൽ ഇപ്പോൾ മുഴുവൻ ജ്ഞാനവും തുള്ളികളായി വീണുകൊണ്ടിരിക്കുന്നു. ബാബ ചോദിക്കുന്നു, മുമ്പ് എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയിരുന്നോ? പറയുന്നു, അതെ ബാബ, കഴിഞ്ഞ കൽപ്പത്തിൽ കണ്ടുമുട്ടിയിരുന്നു. ബാബ ചോദിക്കുന്നു, നിങ്ങൾ അർത്ഥസഹിതം ഉത്തരം നൽകുന്നു. തത്തയെപ്പോലെ പറയും എന്നല്ല. വീണ്ടും ബാബ ചോദിക്കുന്നു, എന്തിനു വേണ്ടിയാണ് കണ്ടുമുട്ടിയിരുന്നത്? എന്താണ് നേടിയിരുന്നത്? അപ്പോൾ നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും, നമ്മൾ വിശ്വത്തിൻ്റെ രാജ്യം നേടിയിരുന്നു. അതിൽ എല്ലാം വരുന്നു. നിങ്ങൾ പറയുന്നു, നരനിൽ നിന്നും നാരായണൻ ആയിരുന്നു. എന്നാൽ വിശ്വത്തിൻ്റെ അധികാരിയാകുക, അതിൽ രാജാവും റാണിയും DT ഡിനാസ്റ്റിയും എല്ലാം ഉണ്ട്. അതിൻ്റെ അധികാരി രാജാവും റാണിയും പ്രജയും എല്ലാമാകും. ഇതിനെയാണ് പറയുന്നത് ശുഭം സംസാരിക്കുക. നമ്മൾ നരനിൽ നിന്നും നാരായണനാകും, താഴെയുള്ളതല്ല. ബാബ പറയും, അതേ കുട്ടികളെ, പൂർണ്ണമായും പുരുഷാർത്ഥം ചെയ്യൂ. തൻ്റെ കണക്കും നോക്കണം. ഈ അവസ്ഥയിൽ നമുക്ക് ഉയർന്ന പദവി നേടാൻ സാധിക്കുമോ അതോ ഇല്ലയോ? എത്ര പേർക്ക് വഴി പറഞ്ഞു കൊടുത്തു? എത്ര അന്ധരുടെ ഊന്നുവടിയായി? അഥവാ സർവീസ് ചെയ്യുന്നില്ലെങ്കിൽ മനസ്സിലാക്കണം, നമ്മൾ പ്രജയിലേക്ക് പോകും. തൻ്റെ മനസ്സിനോട് ചോദിക്കണം, അഥവാ ഇപ്പോൾ നമ്മൾ ശരീരം വെടിയുകയാണ് എങ്കിൽ എന്ത് പദവി നേടും? വളരെ വലിയ ലക്ഷ്യമാണ്. അപ്പോൾ ജാഗ്രതയോടെ ഇരിക്കേണ്ടത് ആവശ്യമാണ്. ചില കുട്ടികൾ മനസ്സിലാക്കുന്നു, നമ്മൾ തികച്ചും ഓർമ്മിക്കുന്നതേയില്ല. അപ്പോൾ പിന്നെ കണക്ക് വച്ചിട്ട് എന്ത് ചെയ്യുവാനാണ്? അതിനെ പിന്നെ ഹാർട്ട് ഫെയിൽ എന്ന് പറയുന്നു.
അവർ പഠിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. ശ്രദ്ധ നൽകുന്നില്ല. അന്തിമത്തിൽ ഫെയിലായി പോകും വിധം മിയാമിട്ടുവായി. അതായത് കാര്യം മനസ്സിലാക്കാതെ ഏറ്റ് പറയുന്നവരായി ഇരുന്നു പോകരുത്. തൻ്റെ മംഗളം ചെയ്യണം. എയിം ഓബ്ജക്റ്റ് മുന്നിലുണ്ട്. നമുക്ക് പഠിച്ച് ഇതാകണം. ഇതും അതിശയമാണല്ലോ. കലിയുഗത്തിൽ രാജധാനിയില്ല. സത്യയുഗത്തിൽ പിന്നെ ഇവരുടെ രാജധാനി എവിടെ നിന്നും വന്നു? മുഴുവൻ ആധാരവും പഠനത്തിൻ്റെ മേലാണ്. ദേവതമാരുടെയും അസുരന്മാരുടെയും യുദ്ധം നടന്നു എന്നും ദേവതമാർ ജയിച്ച് രാജ്യം നേടിയെന്നും അല്ല. ഇപ്പോൾ അസുരന്മാരുടെയും ദേവതമാരുടെയും യുദ്ധം എങ്ങനെ നടക്കുവാൻ സാധിക്കും? കൗരവരുടെയും പാണ്ഡവരുടെയും യുദ്ധവും ഇല്ല. യുദ്ധത്തിൻ്റെ കാര്യം തന്നെ വിലക്കപ്പെട്ടതാകുന്നു. ആദ്യം ഇത് പറഞ്ഞു കൊടുക്കണം. ബാബ പറയുന്നു, ദേഹത്തിൻ്റെ സർവസംബന്ധവും ഉപേക്ഷിച്ച് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. നിങ്ങൾ ആത്മാക്കൾ അശരീരിയായി വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും തിരിച്ചു പോകേണ്ടതുണ്ട്. പവിത്ര ആത്മാക്കൾക്കാണ് തിരിച്ചു പോകുവാൻ സാധിക്കുന്നത്. തമോപ്രധാന ആത്മാക്കൾക്ക് പോകുവാൻ സാധിക്കില്ല. ആത്മാവിൻ്റെ ചിറകുകൾ മുറിഞ്ഞുപോയി. മായ പതീതമാക്കി മാറ്റി. തമോപ്രധാനമാകുന്നത് കാരണം ഇത്രയും ദൂരെ ഹോളിയായ സ്ഥാനത്ത് പോകുവാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവ് പറയും, നമ്മൾ യഥാർത്ഥത്തിൽ പരംധാമിൽ വസിക്കുന്നവരാണ്. ഇവിടെ ഈ 5 തത്വങ്ങളുടെ പാവയെ സ്വീകരിച്ചിരിക്കുന്നു പാർട്ട് അഭിനയിക്കുന്നതിനായി. മരിക്കുമ്പോൾ പറയുന്നു സ്വർഗവാസിയായി. ആരാണായത്? അവിടെ ശരീരം പോയോ അതോ ആത്മാവ് പോയോ? ശരീരമാണെങ്കിൽ കത്തിപ്പോയി. ബാക്കി അവശേഷിക്കുന്നത് ആത്മാവാണ്. അതിന് സ്വർഗത്തിൽ പോകുവാൻ സാധിക്കില്ല. മനുഷ്യരാണെങ്കിൽ ആരെന്ത് കേൾപ്പിച്ചുവോ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭക്തി മാർഗത്തിലുള്ളവർ ഭക്തിയാണ് പഠിപ്പിച്ചത്. ഓക്കുപേഷനെ കുറിച്ച് ആർക്കും അറിയില്ല. ശിവന്റെ പൂജ ഏറ്റവും ഉയർന്നതായി പറയുന്നു. ഉയർന്നതിലും ഉയർന്നത് ശിവനാണ്. ആ ഒന്നിനെ തന്നെ ഓർമ്മിക്കൂ, സ്മരിക്കൂ. മാലയും നൽകുന്നു. ശിവ ശിവ എന്ന് പറഞ്ഞ് മാല തിരിച്ചുകൊണ്ടിരിക്കൂ എന്ന്. അർത്ഥമില്ലാതെ മാലയെടുത്ത് ശിവ ശിവ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അനേകം പ്രകാരത്തിലുള്ള ശിക്ഷണങ്ങൾ ഗുരുക്കന്മാർ നൽകുന്നു. ഇവിടെയാണെങ്കിൽ ഒരേ ഒരു കാര്യമാണ്. ബാബ സ്വയം പറയുന്നു, എന്നെ ഓർമ്മിക്കുന്നതിലൂടെ വികർമ്മം വിനാശമാകും. ശിവ ശിവ എന്ന് മുഖത്തിലൂടെ പറയേണ്ടതില്ല. അച്ഛൻ്റെ നാമം കുട്ടികൾ സ്മരിക്കാറില്ല. ഇതെല്ലാം ഗുപ്തമാണ്. നിങ്ങൾ എന്തു ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ആർക്കും അറിയില്ല. ആര് കഴിഞ്ഞ കൽപ്പത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടാകുമോ അവർ തന്നെ മനസ്സിലാക്കും. പുതിയ പുതിയ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു. അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. മുന്നോട്ട് പോകവേ ഡ്രാമ എന്ത് കാണിച്ചു തരുന്നുവോ അത് സാക്ഷിയായി നോക്കണം. മുൻകൂട്ടി തന്നെ ബാബ സാക്ഷാത്കാരം ചെയ്യിക്കില്ല ഇതെല്ലാം ഉണ്ടാകും എന്നതിൻ്റെ. എങ്കിൽ പിന്നെ ആർട്ടിഫിഷ്യലായി പോകും. ഇത് വളരെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വിവേകം ലഭിക്കുന്നു. ഭക്തിമാർഗത്തിൽ അവിവേകിയായിരുന്നു. ഡ്രാമയിൽ ഭക്തിയും അടങ്ങിയിട്ടുണ്ട് എന്ന് അറിയുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ ഈ പഴയ ലോകത്തിൽ വസിക്കുന്നവരല്ല. സ്റ്റുഡൻറ്റിന് ഈ പഠനം ബുദ്ധിയിലുണ്ടായിരിക്കുന്നു. നിങ്ങൾക്കും മുഖ്യ പോയിന്റ്സ് ബുദ്ധിയിൽ ധാരണ ചെയ്യണം. നമ്പർ 1 കാര്യമാണ് അൽഫിനെ ഉറപ്പിക്കൂ, എന്നിട്ട് മുന്നോട്ട് പോകൂ. ഇല്ലെങ്കിൽ ആവശ്യമില്ലാതെ ചോദിച്ചുകൊണ്ടിരിക്കും. പെൺകുട്ടികൾ എഴുതുന്നുമുണ്ട്, ഇന്നയാൾ എഴുതി തന്നു, ഗീതയുടെ ഭഗവാൻ ശിവനാണ്. ഇത് തികച്ചും ശരിയാണ്. ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ ബുദ്ധിയിൽ ഒന്നും ഇരിക്കുന്നില്ല. ബാബ വന്നിരിക്കുന്നു എന്ന് അഥവാ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള ബാബയുമായി നമ്മൾ പോയി
കൂടിക്കാഴ്ച നടത്തട്ടെ, സമ്പത്തെടുക്കട്ടെ എന്ന് പറയുമായിരുന്നു. ഒരാൾക്ക് പോലും നിശ്ചയമിരിക്കുന്നില്ല. ഒരാളുടെ പോലും കത്ത് ഉടൻ വരുന്നില്ല. നോളജ് വളരെ നല്ലതാണ് എന്ന് എഴുതുന്നുമുണ്ട്. പക്ഷേ ആരിൽ നിന്നുമാണോ നമ്മൾ ഇത്രയും സമയം അകന്നിരുന്നത്, ഭക്തിമാർഗത്തിൽ തിക്കും തിരക്കും കൊണ്ടത്, ആഹാ, ഇങ്ങനെയുള്ള ബാബ ഇപ്പോൾ വിശ്വത്തിൻ്റെ അധികാരിയാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനുള്ള അത്രയും ധൈര്യമില്ല. എങ്കിൽ ഓടി വരുമായിരുന്നു. മുന്നോട്ട് പോകവേ വരും. ഉയർന്നതിലും ഉയർന്ന ഭഗവാനാണ് എന്ന് അഥവാ ബാബയെ തിരിച്ചറിഞ്ഞു എങ്കിൽ ആ ഒന്നിൻ്റേതായി മാറുമല്ലോ. കവാടം തന്നെ തുറക്കും വിധം, അതായത് ബുദ്ധിയുടെ കവാടം തുറക്കും വിധം അറിവ് നൽകണം. ശരി, മധുരമധുരമായ സിക്കിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: തൊഴിലും മറ്റും ചെയ്യുമ്പോഴും ആത്മാവിനെ പാവനമാക്കുന്നതിനു വേണ്ടി സമയം കണ്ടെത്തി ഓർമ്മയുടെ പ്രയത്നം ചെയ്യണം. യാതൊരു ആസുരീയ കാര്യവും ഒരിക്കലും ചെയ്യരുത്. തൻ്റെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്യണം. പഠനം പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം. മിയാമിട്ടു ആകരുത്, അതായത് കാര്യം അറിയാതെ ഏറ്റുപറയുന്നവരാകരുത്. ഓർമ്മയുടെ ബലം ശേഖരിക്കണം. വരദാനം: പേരിൻ്റെയും മാന്യതയുടെയും ത്യാഗത്തിലൂടെ സർവരുടെയും സ്നേഹം പ്രാപ്തമാക്കുന്ന വിശ്വത്തിൻ്റെ ഭാഗ്യവിധാതാവായി ഭവിക്കട്ടെ. ഏതുപോലെ ബാബയെ നാമരൂപങ്ങളിൽ നിന്നും വേറിട്ടവൻ എന്ന് പറയുന്നു, എന്നാൽ ഏറ്റവും അധികം നാമത്തിൻ്റെ മഹിമ ബാബയുടേതാണ്. അതേപോലെ തന്നെ താങ്കളും അല്പകാലത്തെ പേരിൽ നിന്നും മാന്യതയിൽ നിന്നും വേറിട്ടവരാകൂ. അപ്പോൾ സദാകാലത്തേക്ക് സ്വതവേ തന്നെ സർവരുടെയും പ്രിയപ്പെട്ടവരായി മാറും. ആരാണോ പേരിൻ്റെയും മാന്യതയുടെയും യാചനയുടെ ത്യാഗം ചെയ്യുന്നത്, അവർ വിശ്വത്തിൻ്റെ ഭാഗ്യവിധാതാവായി മാറുന്നു. കർമ്മത്തിൻ്റെ ഫലം സ്വതവേ താങ്കളുടെ മുന്നിൽ സമ്പന്ന സ്വരൂപത്തിൽ വരും. അതിനാൽ അല്പകാലത്തെ ഇച്ഛ മാത്രം അവിദ്യയാകൂ. അപക്വമായ ഫലം ഭക്ഷിക്കരുത്. അതിനെ ത്യാഗം ചെയ്യൂ. അപ്പോൾ ഭാഗ്യം താങ്കളുടെ പിന്നാലെ വരും. സ്ലോഗൻ: പരമാത്മാവാകുന്ന പിതാവിൻ്റെ കുട്ടികളാണ്. അപ്പോൾ ബുദ്ധിയാകുന്ന പാദം സദാ സിംഹാസനസ്ഥം ആയിരിക്കണം. അവ്യക്ത സൂചന: അശരീരിയുടെയും വിദേഹി സ്ഥിതിയുടെയും അഭ്യാസം വർദ്ധിപ്പിക്കൂ. ഏതൊരു സേവനത്തിൻ്റെ പ്ലാൻ ഉണ്ടാക്കുകയാണെങ്കിലും ഉണ്ടാക്കിക്കൊള്ളൂ, ചിന്തിച്ചുകൊള്ളൂ. എന്നാൽ എന്ത് സംഭവിക്കും എന്ന ആശ്ചര്യത്തോടെ ആകരുത്. വിദേഹിയും സാക്ഷിയുമായി ചിന്തിക്കൂ. ചിന്തിച്ചു പ്ലാൻ ഉണ്ടാക്കി സെക്കൻഡിൽ പ്ലെയിൻ സ്ഥിതി ഉണ്ടാക്കിക്കൊണ്ടു പോകൂ. ഇപ്പോൾ ആവശ്യകത സ്ഥിതിയുടേതാണ്. ഈ വിദേഹി സ്ഥിതി പരിതസ്ഥിതിയെ വളരെ സഹജമായി മറികടത്തും. മേഘങ്ങൾ വരികയും പോവുകയും ചെയ്യുന്നത് പോലെ വിദേഹി അചഞ്ചലവും ആടാത്തവരുമായി കളി കണ്ടുകൊണ്ടിരിക്കുന്നു. ഓം ശാന്തി. ശാന്തി സാഗരമായ ബാബയുമായി കമ്പൈൻഡായി ഇരിക്കുമ്പോൾ ഞാൻ മാസ്റ്റർ ശാന്തി സാഗരമായി മാറുന്നു. ഈ അവസ്ഥയിൽ എൻ്റെ ചിത്തം പരിപൂർണ ശാന്തതയിലാണ്. എൻ്റെ വൃത്തി ആത്മീയവും ശക്തിശാലിയുമാണ്.
ഞാൻ ശാന്തിയുടെ അവതാരമായി മാറുന്നു. ശാന്തിയുടെ സാഗരമായ ബാബയുമായി കമ്പൈൻഡ് ആയിരുന്ന ശാന്തിയുടെ വൈബ്രേഷൻസ് വിശ്വത്തിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. इसी में शांति की छाया है, इसी में सुख की धूप है। कल्प कल्प के भाग्य भवन की ये आधारशिला, जिसकी सुगंध से जीवन में सुख ही सुख मिला। जिस